ശ്രീലേഖ ഇറങ്ങിപ്പോയ ഒരു സംഭവം കണ്ടിരുന്നു. അതിൽ ശ്രീലേഖ അതിന്റെ മറുപടി പറയാം. ഇന്റർണൽ പ്രശ്നം സഹോദരനും തമ്മിൽ സംസാരിച്ചൂടെ? എൻ്റെ സഹോദരൻ, ഞങ്ങൾ പാർട്ടിയിലെ ബ്രദർ ആൻഡ് സിസ്റ്റർ, സോമൻജി, ഞാനും ബ്രദറും സിസ്റ്ററും, ഞങ്ങളൊരു വിഷയം ചർച്ച ചെയ്യാൻ ഹോളിന്റെ പുറത്തൊരു 2 സെക്കൻഡ് ഇറങ്ങിയത്. അതെനിക്കറിയില്ല, ഞാനത് ശ്രദ്ധിച്ചു, അതൊന്നും കാര്യമാക്കിയിട്ടില്ല. നിങ്ങൾ അതല്ല വിഷയം. എല്ലാ വോട്ടർമാരും ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. ഞാൻ തിരക്ക് പിടിച്ച് ഓടി നടക്കുക. എനിക്ക് ദൃശ്യം കാണാൻ ഇതുപോലുള്ള ചീപ്പ് ന്യൂസ് ഒന്നും ഞാൻ കാണാറില്ല, ശ്രദ്ധിക്കാറുമില്ല. എന്താ നിങ്ങൾ ഈ പറയുന്നേ? അല്ല, ഈ ദൃശ്യങ്ങളിലടക്കം താങ്കൾ ഈ കേസ് ഓമനോട്ട് സംസാരിക്കുന്നതിൽ എന്റെ പേര് പരാമർശിച്ചില്ല എന്ന് പറയുന്ന ദൃശ്യങ്ങളിലടക്കം ഈ ശബ്ദം വന്നിട്ടുണ്ട്. ആയിരിക്കാം ചേട്ടാ. ഞാനും സോമൻജിയും കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സഹോദരനും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് വേണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വൈ ഡു ദ മീഡിയാസ് ഇത് ജനങ്ങളുമായിട്ട് എന്തുവാ പ്രശ്നം? ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്താ ഗുണം? വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് നിങ്ങൾ ഈ വാർത്തയാകുന്ന എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ ഇലക്ഷൻ എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങൾക്കൊരു രസം. എന്തോന്ന് സ്ഥാനാർത്ഥി? ഇത് എന്നെ ജനങ്ങളല്ല തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഒരു പ്രതികരണം എനിക്ക് ഉണ്ടായിട്ടില്ല. ആയിക്കോട്ടെ, നാണമില്ലേ ഒളിച്ചിരുന്ന ഒരു സഹോദരിയും കൂടെ സംസാരിക്കുമ്പോൾ ദൃശ്യങ്ങൾ എടുക്കാനും. എനിക്ക് പത്രക്കാരെ കുറിച്ച് വളരെയധികം മോശം അഭിപ്രായമേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ഇരുന്ന് ഒളിച്ചിരുന്ന് അതൊക്കെ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് ആരും അതിന് കണക്കാക്കാൻ പോകുന്നില്ല. നിരന്തരം പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ വരികയാണല്ലോ. വിഷമമുണ്ടായിരുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട്? അത് ഇല്ല, വിഷമമില്ല. ഇപ്പൊ ഇല്ല. ആ ഒരു സമയത്ത് ഞാൻ സോമൻജിയുമായിട്ട് ഞാൻ സംസാരിക്കുന്ന കാര്യം, ഒരു സഹോദരനും ഒരു സഹോദരിയും തമ്മിലുള്ള കാര്യം എനിക്കിപ്പോൾ തുറന്നു പറയാൻ പറ്റില്ല. അത് ഞാൻ പറയില്ല. കാരണം അത് ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആണ്. അത് പത്രക്കാരും അറിയേണ്ട, നാട്ടുകാരും അറിയേണ്ട കാര്യമില്ല. ഇത് വലിയ നാട്ടുകാരെ ബാധിക്കുന്നതോ വട്ടിയൂർക്കാവിൻ്റെ വികസനത്തെ ബാധിക്കുന്നതോ സുരക്ഷയെ ബാധിക്കുന്നതോ ഒന്നുമല്ല. നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള ഒരു സബ്ജക്റ്റ് മാത്രമാണ്. നിങ്ങളത് ആഘോഷിക്കുന്നെങ്കിൽ ആഘോഷിച്ചോ, അതിനകത്ത് ഞാൻ പ്രതികരിക്കുന്നില്ല. ഞാൻ എൻ്റെ ചേട്ടൻ അല്ലെങ്കിൽ എൻ്റെ സഹോദരനോട് ഞാൻ സംസാരിച്ച കാര്യം എനിക്കിവിടെ കൂടുതലായിട്ട് വഷളാക്കാൻ ഇല്ലടോ. ഇല്ല മോനെ, ഇല്ലാന്ന്. ദൃശ്യങ്ങളിലടക്കം വിവരങ്ങൾ പുറത്തു വന്നതല്ലേ മാഡം? ശരി, ശ്രീലേഖ ഉണ്ടായ സംഭവങ്ങളെ തള്ളിക്കളയുകയാണ്. അങ്ങനത്തെ ഒരു കാര്യവുമില്ല. സഹോദരതുല്യനായിട്ടുള്ള ആളുമായി സംസാരിച്ചാണ്. നിങ്ങൾ എന്തിനാ ഒളിഞ്ഞു കേട്ട് വാർത്ത കൊടുത്തു എന്നതാണ് ശ്രീലേഖ ചോദിക്കുന്നത്.